I'm Junaid. ടൈം ട്രാവലർ മാട്ടൂലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഇതാ ഭൂമിയിലെ സ്വർഗം എന്നോളം വിശ്വസിപ്പിക്കാൻ കഴിയുന്ന മണാലിയിലാണ്, ഹിമാചൽ പ്രദേശിലെ മണാലിയിൽ. ഇനി നമ്മൾക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ മിനിയാന്നാണ് ഇവിടെ എത്തിയത്. അപ്പോൾ നമ്മൾ വന്ന ദിവസം തന്നെ നമുക്ക് അൽഹംദുലില്ലാ നല്ലൊരു സ്നോഫോൾ കിട്ടി. അപ്പോൾ ഞാനിപ്പോൾ കറണ്ട് നിൽക്കുന്ന ലൊക്കേഷൻ്റെ പേരാണ് നെസോഗി. അപ്പോൾ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ എത്ര ബഡ്ജറ്റാണ്, എത്ര എക്സ്പെൻസായി, നിങ്ങൾ ഇവിടെ എങ്ങനെ എത്തി, ഇപ്പോൾ ഏറ്റവും നല്ല ഓപ്ഷൻ എന്താണ്, കോവിഡ് ടൈം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെ പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 1 by 1 ആയിട്ട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിപ്പിക്കാം. നമ്മൾ വന്നത് കോഴിക്കോട് നിന്നാണ് നമ്മൾ കയറിയത് ദുരന്തോ എക്സ്പ്രസ്, അഥവാ എറണാകുളത്ത് നിന്നും നിസാമുദ്ദീനിലേക്ക് പോകുന്ന എറണാകുളം നിസാമുദ്ദീൻ ദുരന്തോ എക്സ്പ്രസ്സിനാണ് നമ്മൾ കയറിയത്. അപ്പോൾ ഞാൻ ഈ ട്രെയിൻ പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിന് വളരെയധികം കുറവ് സ്റ്റോപ്പേ ഉള്ളൂ. മാത്രമല്ല നമ്മൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ കഴിയും ഡൽഹി ആയിട്ട്. വെറും 39 മണിക്കൂർ കൊണ്ട് തന്നെ ദുരന്തോ എക്സ്പ്രസ് നമ്മളിവിടെ ഡൽഹിയിൽ എത്തിച്ചു. അതിൻ്റെ ഫെയർ കുറച്ച് ഇച്ചിരി കൂടുതലാണ്. ഒരു 1410 കൊടുക്കുകയാണെങ്കിലും നമ്മൾക്ക് വളരെ ഫാസ്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സാധാരണ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന മംഗള ലക്ഷദ്വീപാണ്, കാരണം അതിന് ഫെയർ കുറവാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇതായതുകൊണ്ടും ദുരന്തമാണ്. അപ്പോൾ നമ്മൾ ഡൽഹിയിലെത്തി അവിടെ ഒരു ദിവസം സ്റ്റേ അടിച്ചു. അവിടെ ജുമാ മസ്ജിദും അതുപോലെ തന്നെ ജന്തർ മന്ദിർ കണ്ടു. ജന്തർ മന്ദിർ എന്ന് പറഞ്ഞാൽ ആസ്ട്രോണമിക്കൽ സൈറ്റാണ്. അപ്പോൾ അതൊക്കെ കണ്ട് അടുത്ത ദിവസം തന്നെ നമ്മൾ വോൾവോ ബസ്സിന് രാത്രി 8 മണിക്ക് കയറി. നമ്മൾ 8 മണിക്ക് കയറിയിട്ട് നമ്മളിവിടെ ഏകദേശം ഒരു 12 മണിയാകുമ്പോൾ എത്തി. അപ്പോൾ നമ്മൾക്ക് ഏകദേശം ഒരു 15-14 ഏകദേശം ഒരു 6-5 മണിക്കൂറാണ്, അത്ര മണിക്കൂറാണ് ഏകദേശം നമ്മൾ മണാലിയിലേക്ക് എടുക്കുന്നത്. മണാലിയിലേക്ക് ഏകദേശം ഒരു 570 കിലോമീറ്ററാണ് ഡൽഹിയിൽ നിന്നും. പക്ഷേ പല ആൾക്കാരും ചണ്ഡീഗഡിൽ നിന്നും വരുന്നുണ്ട്. ചണ്ഡീഗഡിൽ നിന്നാണെങ്കിൽ പകുതി ദൂരത്തോളം വരുന്നുള്ളൂ. ഏകദേശം ഒരു 270-280 കിലോമീറ്റേഴ്സ് അത്രേ വരുന്നുള്ളൂ. പിന്നെ ഷിംലയിൽ വന്നിട്ടും വരാം. ഷിംലയിലാണെങ്കിൽ നമ്മൾക്ക് ടോയ് ട്രെയിൻ, പക്ഷേ വേറൊരു സീൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ടോയ് ട്രെയിൻ ഇല്ല, പകരം കൽക്ക ഷിംല ഫെസ്റ്റിവൽ സ്പെഷ്യൽ ഉണ്ട്. ആ ഫെസ്റ്റിവൽ സ്പെഷ്യലിൽ കയറിയിട്ട് ഷിംല വരെ എത്താം. അങ്ങനെ ഷിംലയിൽ നിന്ന് വേണമെങ്കിൽ മണാലിയിലേക്ക് വരാം. ഷിംലയിൽ നിന്ന് മണാലിയിലേക്ക് ഒരു 1000 രൂപ 900 രൂപക്കൊക്കെ ബസ് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ വന്നപ്പോൾ നമ്മളിവിടെ നെസോഗിൽ ഇപ്പോൾ സെറ്റലൈറ്റ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മലയാളികളെ റിസോർട്ടിൽ തന്നെ നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അഷ്ഫാഖ് എന്നാണ് ഈ ഓണറിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അഷ്ഫാഖിനെ ജസ്റ്റ് പരിചയപ്പെടാം. അതുപോലെ തന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അഷ്ഫാഖ്, നിങ്ങളിവിടെ എത്ര കൊല്ലം ഇവിടെ സെറ്റിലായിട്ട്? 2-3 കൊല്ലം. എങ്ങനെയുണ്ട് ഈ ഏരിയയൊക്കെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇതെന്ന് പറയുമ്പോൾ മണാലിന്റെ ഏറ്റവും ടോപ്പ് ലെവലിലായിരുന്നു. ടോപ്പ് ലെവൽ ഏകദേശം എത്ര എലിവേഷൻ ആണ്? എത്ര കിലോമീറ്റർ? 2 കിലോമീറ്റർ എലിവേഷൻ എന്തായാലും ഉണ്ടാവില്ല. മണാലി ടൗണിൽ നിന്ന് ഒരു 1-2 കിലോമീറ്റർ. ഇവിടുന്ന് മുകളിലോട്ട് വീടുകളും കാര്യങ്ങളൊന്നുമില്ല. മൊത്തം മണാലിന്റെ വ്യൂ, മൊത്തം മറ്റേ മൗണ്ടെയ്ൻസ് കാര്യങ്ങൾ, ഹംദാംബാസ്, ജോഗിനി വാട്ടർഫോൾസ്. അത് കുറച്ച് മുമ്പേ വന്നെങ്കിൽ നല്ല വൃത്തിക്കാരെ കാണായിരുന്നു. വേറെ എന്തൊക്കെയാ ഇവിടെ? എന്താ പറയുമ്പോ ഇവിടെ നമ്മൾ ചെയ്യണേ മാക്സിമം മല്ലൂസ് വരണ ബഡ്ജറ്റ് ആയിട്ടാണ് വരുക. ഇവിടെ പൊതുവെ ടൂറിസ്റ്റ് കേന്ദ്രം ആയതുകൊണ്ട് എല്ലാ ഫുഡിനും സ്റ്റേക്കും എല്ലാം നല്ല റേറ്റ് വരുന്നുണ്ട്. 1500-2000 വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മളൊരു 500 രൂപക്ക് പെർ ഹെഡ് വാങ്ങിയിട്ട് ഒരു ബെഡ് സ്പേസും 2 നേരം ഫുഡും കൊടുക്കുന്ന ഒരു സെറ്റപ്പ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും ഇവിടെ. സാധാരണയായിട്ട് എങ്ങനെയാണ് ഫുഡ്? ഏതാണ് സാധാരണ പോപ്പുലർ ഫുഡ് എന്ന് പറയുമ്പോൾ? പോപ്പുലർ ഫുഡ് എന്ന് പറയുമ്പോൾ ആലു പൊറോട്ട, പിന്നെ ഇവിടുത്തെ മോമോസ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ജസ്റ്റ് നാട്ടിൽ ഒച്ചുമായി നിൽക്കുന്ന ഒരു സാധനം. വളരെ നല്ല വ്യൂ ആണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കോ. ഇതൊക്കെ ഹിമാലയൻ റേഞ്ച് എന്ന് പറയുമ്പോൾ 11 സ്റ്റേറ്റ്സ് അഥവാ 9 സ്റ്റേറ്റ്സും ഈ 2 യൂണിയൻ ടെറിട്ടറീസും അഥവാ ലഡാക്കും കാശ്മീറും, അതുപോലെ തന്നെ നാഗാലാൻഡ്, മണിപ്പൂർ, ത്രിപുര, മിസോറാം, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലൂടെ കടന്നു പോകുന്ന റേഞ്ചാണ് ഹിമാലയൻ മൗണ്ടൻ റേഞ്ച്. ആ റേഞ്ചിലൂടെ കടന്നു പോകുന്ന ഒരു ഭാഗ്യം കൂടിയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെയധികം തണുപ്പ് അനുഭവപ്പെടുന്നു. നമ്മൾ ഇന്നലെ രാത്രി നോക്കുമ്പോൾ തന്നെ -7 ഉണ്ടായത്. അത് നമ്മൾക്ക് കുളിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ടെമ്പറേച്ചർ നോക്കുമ്പോൾ ഏകദേശം ഒരു 2 ഡിഗ്രി സെൽഷ്യസ് കാണുന്നത്. പിന്നീട് 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറി. അതുപോലെ തന്നെ ഇവിടെ നല്ല ട്രെക്കിംഗ് സ്പോട്ട് ഉണ്ട്. വളരെ നല്ല വ്യൂ ആണ്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? പിന്നെ വേറൊരു നല്ലൊരു പോസിറ്റീവ് ഇതെന്ന് പറയുമ്പോൾ നല്ല റേഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ എയർടെൽ ആയാലും ഐഡിയ ആയാലും നല്ല വൈബ് ഉണ്ട്. നല്ല റേഞ്ച് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥലം എന്ന് പറയുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ നല്ല വൈബാണ്. അതുപോലെ തന്നെ ഇതാണ് നമുക്ക് വേറെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാം. ഹലോ, ജോയൽ മാത്യു. എങ്ങനെയുണ്ട് ഈ സ്ഥലം? എങ്ങനെയുണ്ട്? വൈബ് തന്നെയല്ലേ? ഫസ്റ്റ് ടൈം മണാലി? പറഞ്ഞൊക്കെയാ
പിന്നെന്താ വൈബാണ്, നല്ല സ്ഥലമാണ്, പീസ് ആവാൻ വേണ്ടി വന്നതാണ്. അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ മണാലിയിലുള്ള കാഴ്ചകള്. സോ നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് കാത്തിരിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. താങ്ക് യു.